ആനന്ദവാണി മാമട്ടം കുന്നോളം അറിവാനന്ദം. ക്യൂടെക് മലയാളം ഓൺലൈൻ റേഡിയോ. സ്വാഗതം പ്രിയ ശ്രോതാക്കളെ. ആകാശത്തേക്കൊന്ന് നോക്കൂ, നാം ഒറ്റയ്ക്കല്ല. പ്രപഞ്ചം മുഴുവൻ നമ്മോട് സൗഹൃദം പുലർത്തുന്നു. സ്വപ്നം കാണുന്നവർക്കും കഠിനാധ്വാനം ചെയ്യുന്നവർക്കും ഏറ്റവും മികച്ചത് നൽകുന്നതിനായി ഗൂഢാലോചന നടത്തുന്നു. നാം ഓരോരുത്തരെയും ഉണർന്നിരിക്കുമ്പോഴും സ്വപ്നം കാണുവാൻ പഠിപ്പിച്ച നമ്മുടെ മുൻ ഇന്ത്യൻ പ്രസിഡന്റ് ഡോക്ടർ APJ അബ്ദുൽ കലാം സാറിൻ്റെ വളരെ അർത്ഥവത്തായ വാചകങ്ങളാണിവ. അതെ, ആത്മാർത്ഥമായി നാം ഏതൊരു കാര്യം ആഗ്രഹിച്ചാലും അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുവാൻ നാം സന്നദ്ധരാണെങ്കിൽ തീർച്ചയായും അത് നേടിയെടുക്കുന്നതിനായി പ്രപഞ്ചം മുഴുവൻ നമ്മോടൊപ്പം ചേരും. അത് ഏറ്റവും മികച്ചത് തന്നെ നമുക്ക് നൽകുകയും ചെയ്യും. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് കൊല്ലവർഷം 1196 ഇടവം 6 2021 മെയ് 20. ഉയരങ്ങളിലേക്ക് സ്വപ്നം കാണുന്ന എല്ലാ പ്രിയ ശ്രോതാക്കളെയും ഏറെ സ്നേഹത്തോടെ ആനന്ദവാണിയുടെ 11ാം പതിപ്പിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കേൾക്കണേ, കൂട്ടുകൂടണേ. മൗനം സ്വരമായി ഈ പൊൻവീണയിൽ സ്വപ്നം മലരായി ഈ കൈക്കുമ്പിളിൽ ഉണരും സ്മൃതിയലയിൽ ആരോ സാന്ത്വനമായി മുരളികയോടെ ദൂരെ നമസ്കാരം, ഞാൻ വൈക്കം വിജയലക്ഷ്മി. കണ്ണൂർ സർവകലാശാല അധ്യാപക വിദ്യാഭ്യാസ കേന്ദ്രം മാനന്തവാടി മലയാള വിഭാഗത്തിൻ്റെ ആഭിമുഖ്യത്തിൽ വിജയകരമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ആനന്ദവാടി വാട്സപ്പ് റേഡിയോയ്ക്ക് എൻ്റെ എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. കലാലയം കലാമയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കലാലയ വിശേഷങ്ങളും കലാപ്രതിഭകളെയുമാണ് ഈ പരിപാടിയിലൂടെ പരിചയപ്പെടുത്തുന്നത്. കലാലയത്തിൽ നമുക്കിന്നൊരു ചിത്രകാരിയെ പരിചയപ്പെടാം. സ്കൂൾ കോളേജ് കലോത്സവങ്ങളിൽ ചിത്രരചനാ മത്സരത്തിൽ നിരവധി സമ്മാനങ്ങൾ വാരിക്കൂട്ടിയ വ്യക്തിയും ലൈബ്രറി കൗൺസിൽ അവാർഡ്, യുവപ്രതിഭ അവാർഡ് എന്നിവ കരസ്ഥമാക്കുകയും ദേശാഭിമാനി ബാലചിത്രരചനാ മത്സരത്തിൽ വിന്നറുമായ സ്നേഹ ശശിധരനാണ്. KE സാഹിബ് ട്രെയിനിങ് കോളേജിലെ ഹിന്ദി വിഭാഗം അധ്യാപക വിദ്യാർത്ഥിനിയാണ് സ്നേഹ. നമുക്ക് സ്നേഹയുടെ വിശേഷങ്ങൾ കേൾക്കാം. എൻ്റെ പേര് സ്നേഹ ശശിധരൻ. എൻ്റെ സ്ഥലം കണ്ണൂർ ജില്ലയിലെ ചെറുകുന്നാണ്. ഞാനിപ്പോൾ തളിപ്പറമ്പ് KE സാഹിബ് ട്രെയിനിങ് കോളേജിലെ 1ാം വർഷ B.Ed വിദ്യാർത്ഥിനിയാണ്. ഹിന്ദി ഓപ്ഷനാണ്. ചെറുതിലെ വരയ്ക്കുമായിരുന്നെങ്കിലും സ്കൂളിൽ കലോത്സവങ്ങളാണ് എൻ്റെ വരയെ ഒരുപാടധികം മോൾഡ് ചെയ്തെടുത്തത്. പഠിച്ച സ്കൂളിലൊക്കെയും കലോത്സവങ്ങളിൽ എന്നെക്കൊണ്ടാവുന്ന വിധം നല്ലൊരു നേട്ടം ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പഠിച്ചിറങ്ങി ഇത്രയും വർഷമായിട്ടും അധ്യാപകരുമായിട്ട് നല്ലൊരു ബന്ധം കാത്തു സൂക്ഷിക്കാൻ പറ്റിയിട്ടുണ്ട്. ഡിഗ്രി പഠിച്ചത് ഗവൺമെൻറ് ബ്രണ്ണൻ കോളേജിലും PG സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലുമാണ്. ചെറിയ ക്യാൻവാസിൽ മാത്രം ഒതുങ്ങിയ എൻ്റെ ചിത്രത്തിന് CUK-ലെത്തിയപ്പോൾ കിട്ടിയത് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കുറച്ചുകൂടി ധൈര്യമായിട്ട് വാൾ പെയിൻറ്റിങ് ചെയ്യാൻ തുടങ്ങിയത് അവിടെ വെച്ചാണ്. വരയ്ക്കാൻ ഒത്തിരിയൊന്നും പഠിച്ചില്ലെങ്കിലും ബേസിക്സൊക്കെ പഠിച്ചത് കണ്ണൂർ ഫ്രഷ്മാൻ സ്കൂൾ ഓഫ് ആർട്സ് നിന്നാണ്. എനിക്ക് ചെയ്യാൻ ഏറ്റവും ഇഷ്ടം പെൻസിൽ ഡ്രോയിങ് ആണ്. അതിൽ പോർട്രേറ്റ്സ് വരയ്ക്കാനാണ് ഏറ്റവും ഇഷ്ടം. ഞാൻ കൂടുതൽ വരച്ചിട്ടുള്ളതും പോർട്രേറ്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ ഞാൻ വരച്ചതെന്ന് പറയാൻ ഒരുപാടൊന്നും ഉണ്ടാവാറില്ല. ഇപ്പോൾ പെയ്ഡ് വർക്കും കിട്ടാറുണ്ട്. പക്ഷേ പെയ്ഡ് വർക്ക് ചെയ്യുന്നതിനോട് വലിയൊരു താല്പര്യമുള്ള ആളല്ല. കാരണം പലപ്പോഴും കൃത്യസമയത്ത് വർക്ക് ചെയ്തു തീർക്കാൻ സാധിക്കാറില്ല. കൂടാതെ ഞാനൊരു പാഷനേറ്റ് ആർട്ടിസ്റ്റാണ്, ഒരു ഫുൾ ടൈം പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് അല്ല. കൂടാതെ ഒരുപാട് ആൾക്കാർ വരച്ചു തരുമെന്ന് ചോദിക്കാറുണ്ട്. ചിലർ അതൊന്നും ചോദിക്കില്ല, പക്ഷെ ഉള്ളിൽ നല്ലൊരു ആഗ്രഹം ഉണ്ടാവും വരച്ചൊന്ന് കാണണമെന്ന്. അങ്ങനെയുള്ള അവരുടെ പടം വരച്ച് കയ്യിൽ കൊടുക്കുമ്പോഴുള്ള അവർക്ക് ഉണ്ടാകുന്ന ആ ഒരു സന്തോഷം, അതാണ് എനിക്ക് വരയിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയൊരു സന്തോഷവും തൃപ്തിയും എന്ന് പറയുന്നത്. പിന്നെ എന്നെ ഈ മത്സരങ്ങൾക്കൊക്കെയും കൂട്ടിക്കൊണ്ടുപോകുന്നതും എന്നെക്കാൾ ഉത്സാഹത്തിൽ അതിലെന്നെ പങ്കെടുപ്പിക്കുന്നതും എന്നെ സപ്പോർട്ട് ചെയ്യുന്നതും എൻ്റെ അച്ഛനും അമ്മയും തന്നെയാണ്. പിന്നെ എനിക്ക് ഒരുപാട് സമ്മാനങ്ങൾ കിട്ടിയതും എന്നെ കുറേ പേർ തിരിച്ചറിയുന്നതും വരയ്ക്കുന്നതുകൊണ്ട് മാത്രമാണ്. കലോത്സവങ്ങളിൽ സബ് ജില്ലാ ജില്ലാതല മത്സരങ്ങൾക്കൊക്കെയും പങ്കെടുത്ത് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ദേശാഭിമാനി ബാലചിത്രരചനാ മത്സരത്തിൽ വിന്നറാവാൻ സാധിച്ചിട്ടുണ്ട്. ലൈബ്രറി കൗൺസിൽ അവാർഡ്, യുവപ്രതിഭ അവാർഡ്, ഇതൊക്കെ എനിക്ക് വരയിൽ നിന്നാണ് കിട്ടിയത്. പിന്നെ എൻ്റെ ഫേവറേറ്റ് ആർട്ടിസ്റ്റ് എന്ന് പറയാൻ ഒരുപാട് ആൾക്കാരുണ്ട്. ഓരോ ആർട്ടിസ്റ്റിൽ നിന്നും ഒരുപാടധികം നമുക്ക് പഠിക്കാനുണ്ട്. എന്നാലും കിയാര, ജോണോ ഡ്രൈ, ജെന്നി വ്യാസ് ഇവരുടെയൊക്കെ വർക്കാണ് എന്നെ ഒരുപാടധികം മോട്ടിവേറ്റ് ചെയ്യുന്നത് വരയ്ക്കാൻ. കൂടാതെ
അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും മികച്ചതാക്കണം എന്നുള്ള ഒരുപാട് ആഗ്രഹമുണ്ട്. എൻ്റെ വരെ ഒരു റിയലിസ്റ്റിക് ഡ്രോയിങ്ങിലേക്ക് എത്തിക്കണം എന്നാണ് എൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത്. ആനന്ദവാണിയിൽ ഇപ്പോൾ ഇങ്ങനെ അവസരം കിട്ടിയതും ഒരു ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ അറിയപ്പെടുന്നതുകൊണ്ട് മാത്രമാണ്. സോ താങ്ക് യു ആനന്ദവാണി ഫോർ ദിസ് ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി. കലാലയം കലാമയത്തിൽ അടുത്തതായി ഒരു ഗാനാലാപനം കേൾക്കാം. അവതരിപ്പിക്കുന്നത് മലബാർ BEd ട്രെയിനിങ് കോളേജിലെ മലയാള വിഭാഗം അധ്യാപക വിദ്യാർത്ഥി സായന്ത് ഇ. രാത്രി രാത്രി രജത രാത്രി രാജാതിരാജൻ പിറന്ന രാത്രി. രാത്രി രാത്രി രജത രാത്രി രാജാതിരാജൻ പിറന്ന രാത്രി. ദുഃഖങ്ങളെല്ലാം അകലുന്ന രാത്രി. ദുഃഖങ്ങളെല്ലാം അകലുന്ന രാത്രി. ദുഃഖിതർക്കാശ്വാസമേകുന്ന രാത്രി. നീഹാര ശീതള രാത്രി സ്വർഗീയ രാത്രി. നീഹാര ശീതള രാത്രി സ്വർഗീയ രാത്രി. രാത്രി രാത്രി രജത രാത്രി രാജാതിരാജൻ പിറന്ന രാത്രി. താരാകുമാരികൾ തൻ സംഗീതമാധുരി. താരാകുമാരികൾ തൻ സംഗീതമാധുരി താരാപദങ്ങളിൽ ഉയരുന്ന രാത്രി. തൂമഞ്ഞു പെയ്യുമീ രാത്രി സ്വർഗീയ രാത്രി. തൂമഞ്ഞു പെയ്യുമീ രാത്രി സ്വർഗീയ രാത്രി. രാത്രി രാത്രി രജത രാത്രി രാജാതിരാജൻ പിറന്ന രാത്രി. ദൈവീക സ്നേഹം മേരിതൻ സുതനായി. ദൈവീക സ്നേഹം മേരിതൻ സുതനായി ഈ മണ്ണിൻ്റെ മടിയിൽ മയങ്ങുന്ന രാത്രി. സന്മനസ്സുള്ളോർ തൻ രാത്രി സ്വർഗീയ രാത്രി. സന്മനസ്സുള്ളോർ തൻ രാത്രി സ്വർഗീയ രാത്രി. രാത്രി രാത്രി രജത രാത്രി രാജാതിരാജൻ പിറന്ന രാത്രി. സ്നേഹ ശശിധരനും സായന്തിനും ആനന്ദവാണി റേഡിയോയുടെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇന്നത്തെ കലാലയം കലാമയം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. ആനന്ദവാണിയിലെ എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. വളർന്നു വരുന്ന ഒരു കലാകാരനാണ് ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തുന്നത്. കൊല്ലം ജില്ലയിലെ ശൂരനാട് സ്വദേശിയായ ശ്രീ ഷൈൻ ജോൺസൺ. സ്കൂൾ കാലഘട്ടത്തിൽ മിമിക്രിക്ക് സംസ്ഥാനതല സമ്മാനം നേടിയത് മുതൽ നിരവധി വേദികളിലൂടെയും മത്സരങ്ങളിലൂടെയും തന്റെ മികവ് തെളിയിച്ച് അദ്ദേഹം ഇപ്പോൾ ഫ്ലവേഴ്സ് ടിവിയിലെ കോമഡി ഉത്സവത്തിൽ മിമിക്രി മത്സരാർത്ഥിയായും ഞാൻ പെറ്റ മകൻ, ലൂസിഫർ, മാമാങ്കം, ഹാപ്പി സർദാർ, ജല്ലിക്കെട്ട് തുടങ്ങിയ ചിത്രങ്ങളുടെയും ഒട്ടേറെ ഷോർട്ട് ഫിലിമുകളുടെയും ഭാഗമായി പ്രവർത്തിച്ചു കഴിഞ്ഞു. ആനന്ദവാണിയിൽ മിമിക്രി അവതരിപ്പിക്കുന്നതിനു വേണ്ടി ശ്രീ ഷൈൻ ജോൺസനെ ഏറെ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആദ്യം എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഷൈൻ ജോൺസൺ എന്നാണ്. കൊല്ലം ജില്ലയിലെ ശൂരനാട് ആണ് വീട്. ഷൈൻ ശൂരനാട് എന്നാണ് കൂടുതൽ ആൾക്കാർക്കും അറിയാവുന്നത്. ഞാൻ ഫ്ലവേഴ്സ് ടിവിയുടെ കോമഡി ഉത്സവം എന്ന പ്രോഗ്രാമിൽ പെർഫോം ചെയ്ത ഒരു ആർട്ടിസ്റ്റാണ്. അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള ഒരു ആക്ടറാണ്. ചെറുപ്പകാലം മുതലേ മിമിക്രിയാണ് ചെയ്യാറുള്ളത്. സ്കൂളിൽ പഠിച്ച സമയം മുതലേ മിമിക്രിയിലാണ് വേദികളിൽ പെർഫോം ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ സ്കൂളിൽ പഠിച്ച സമയത്ത് മിമിക്രിയിൽ സംസ്ഥാന തലത്തിൽ A ഗ്രേഡ് നേടുകയുണ്ടായി. അങ്ങനെ മിമിക്രിയിലുള്ള ജീവിതം, മിമിക്രി കലാ ഫീൽഡ്, സ്റ്റേജ്, ഇങ്ങനെയുള്ള ജീവിതമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു.
പിന്നെ കുറേയധികം സിനിമകളിൽ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. മാമാങ്കം, ഹാപ്പി സർദാർ, അതുപോലെ തന്നെ ലൂസിഫർ, അങ്ങനെയുള്ള സിനിമകളിലെല്ലാം ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ഏറ്റവും വലിയ സന്തോഷമായതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ മാസം നമ്മളുടെ ഉറുമ്പുകൾ ഉറങ്ങാറില്ല, പ്രേമസൂത്രം എന്നീ സിനിമകളൊക്കെ സംവിധാനം ചെയ്ത ജിജു അശോകൻ ചേട്ടൻ്റെ പുള്ളി എന്ന സിനിമയിൽ സൂഫി സുജാത എന്ന സിനിമയിലെ ദേവ്മോഹനാണ് നായകൻ. ആ സിനിമയിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു വേഷം ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. അത് വലിയ ഡയലോഗുകൾ സീക്വൻസ് ഉള്ള സീനുകളൊന്നുമില്ല, എങ്കിലും അത്യാവശ്യം രജിസ്റ്റർ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഷോർട്ട് ഫിലിം ഡയറക്റ്റ് ചെയ്തു, പെപ്പെ എന്ന പേരിൽ യൂട്യൂബിലൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പെപ്പെ എന്നൊരു ഷോർട്ട് ഫിലിം ഡയറക്റ്റ് ചെയ്തു. അതുപോലെ തന്നെ തിരക്കഥയിലും പങ്കാളിയായി അതിനകത്തൊരു പ്രധാന വേഷവും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഒരു 4 ഷോർട്ട് ഫിലിമും ഒരു 3 വെബ് സീരീസും ഒരു 3 സിനിമകളിലും പങ്കാളിയാകാൻ സാധിച്ചിട്ടുണ്ട്. മിമിക്രി, അഭിനയം, ഇതൊക്കെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം. കോമഡി ഉത്സവത്തിൽ മിമിക്രി കോമ്പറ്റീഷനാണ് പങ്കെടുത്തത്. അതുപോലെ തന്നെ നമ്മുടെ ഏഷ്യനെറ്റിലെ പ്രോഗ്രാം, അതുപോലെ തന്നെ മഴവിൽ മനോരമ, ഇതിനകത്തൊക്കെ ഗ്രൂമിങ് കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. ഏഷ്യനെറ്റിലെ കോമഡി സ്റ്റാർസിൻ്റെ സീസൺ 3 സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. അതിൻ്റെ ഗ്രൂമിങ് കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. അങ്ങനെയൊക്കെയാണ് എന്നെക്കുറിച്ച് ഞാൻ ഒന്ന് പരിചയപ്പെടുത്തിയതാണ്. ആദ്യം തന്നെ ആനന്ദവാണി എന്ന ഈ ഒരു റേഡിയോ ടീമിലെ എല്ലാ സംഘാടകർക്കും എൻ്റെ എളിയ നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്ക്ഡൗൺ ആയ സമയത്ത് ഇപ്പോൾ സ്റ്റേജോ കാര്യങ്ങളോ ഒന്നുമില്ല, സ്റ്റേജ് പെർഫോമൻസ് ഒന്നുമില്ല. നമുക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നതിന് ആനന്ദവാണി ടീമിലെ എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. മിമിക്രി ആണ് ഞാൻ സാധാരണ ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടിയിട്ട് കുറച്ച് സിനിമാ താരങ്ങളുടെ ശബ്ദം ഒന്ന് അനുകരിക്കുകയാണ്. ആദ്യമായിട്ട് മലയാള സിനിമയിൽ ഒത്തിരിയേറെ യൂത്ത് സൂപ്പർ സ്റ്റാറുകളുണ്ട്. അപ്പോൾ യൂത്ത് സൂപ്പർ സ്റ്റാറുകളുടെ കൂട്ടത്തിൽ നിന്ന് നമുക്ക് മലയാള സിനിമയിലെത്തി, മലയാള സിനിമയുടെ സൂപ്പർ സ്റ്റാറായി, അതുപോലെ തന്നെ ഡയറക്ഷൻ ഫീൽഡിൽ മലയാള സിനിമയ്ക്ക് ഒരുപാട് കുടുംബ പാരമ്പര്യങ്ങളുള്ള ഒരു ഫീൽഡാണ് മലയാള സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ മലയാള സിനിമയിൽ അച്ഛനും അമ്മയും ചേട്ടനും അനിയനും എല്ലാവരും മലയാള സിനിമയുടെ ഭാഗങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒന്ന് മനസ്സിലായി എന്ന് കരുതുന്നു. മലയാള സിനിമയുടെ സ്വന്തം ശ്രീ പൃഥ്വിരാജാണ്. അപ്പോൾ പൃഥ്വിരാജിൻ്റെ വോയിസ് ഞാനൊന്ന് ചെയ്ത് കാണിക്കാം. ഹെടി ചങ്ങനാശ്ശേരിക്കാരൻ മത്താച്ചന്റെ മോള് ചന്ദ്രിക, കാനന ചായ ലാടുമേക്കാൻ ഞാനും നിന്നെ കൊണ്ടുപോകാൻ വാടിയോ. തള്ളി തോപ്പിക്കാനേക്കാളി ജയിക്കാനോ തിരിച്ചു വന്നേല. പഠിക്കാൻ, ജീവിക്കാൻ അതിന് സമ്മതിച്ചില്ലെങ്കിൽ നമ്മൾ ഒരാളെ പിന്നെ ജീവിച്ചിരിക്കും. അത് നീയാവില്ല. വടക്കം വീട്ടിലെ കൊച്ചുകുഞ്ഞിനോട് നടക്കാൻ നിൽക്കല്ല, ഉളച്ച് ഞാൻ കൈത്തരും. ഒരൊറ്റ കൈവിട്ട നിമിഷത്തെ തോന്നല്ല. ഒരാളെ നെഞ്ചി കയറ്റി വെച്ച് ജീവിതം മരിക്കാനാണോ നീ പറഞ്ഞ സ്നേഹം? ഈ കുട്ടി 2 വർഷമല്ലേ, 10-14 വർഷം വെയിറ്റിംഗ് റൂമിൽ ഇരുന്നിട്ട് ഒടുക്കം ജീവിതം പുകയാണെന്നറിയുമ്പോൾ ഭ്രാന്തായി പോരെ എനിക്കറിയാം. അപ്പോഴേക്ക് ലൈഫ് ഇത് ആവി, നീരാവി. താങ്ക് യു. അടുത്തയായി ചെയ്യാൻ പോകുന്നത് മലയാള സിനിമയുടെ മറ്റൊരു താരമാണ്. കമ്മട്ടിപ്പാടം എന്ന സിനിമയിലൂടെ മലയാള പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ഇടിച്ചു കയറിയ, മലയാള സിനിമയ്ക്ക് ഒത്തിരിയേറെ നല്ല കഥാപാത്രങ്ങൾ സംഭാവന ചെയ്ത നമ്മളുടെ സ്വന്തം വിനായകൻ ചേട്ടൻ്റെ വോയിസാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വിനായകൻ ചേട്ടൻ. അപ്പൊ കാശുമില്ല, സ്നേഹമില്ല. വേറൊരുത്തൻ്റെ കയ്യിലിരിക്കണ കാശ് നമ്മുടെ പോക്കറ്റിലെത്തിട്ടല്ല കച്ചവടം. അതൊരു കലയല്ലേ. അതിന് ഈ കല്ല് കൊണ്ടിട്ട് വല്ല കാര്യമുണ്ടടാ കൃഷ്ണ? ഞാനടാ ഗംഗേടാ. ഒന്നുമില്ലടാ, വെറുതെ വിളിച്ചടാ. നിന്നെ വിളിക്കണം തോന്നിയപ്പോ വിളിച്ചെന്ന്. ഒരു പണി പാലിയെ പോലെ തോന്നുന്നുണ്ട്. ഒരു പിടുത്തല്ലടാ. നമുക്ക് ഈ പണിയൊക്കെ നിർത്താടാ. നമുക്ക് ഈ പണിയൊക്കെ നിർത്തി ഒരു പെണ്ണൊക്കെ കെട്ടി റേഷൻ കടയിലൊക്കെ പോയി മണ്ണെണ്ണൊക്കെ വാങ്ങി അമ്മരമ്മൾ ഉറക്കൂടാ. അമ്മരൊക്കെ വലിയ ടീമാണ്. താങ്ക് യു. അടുത്തതായി ചെയ്യാൻ പോകുന്നത് മലയാള സിനിമയിലെ മറ്റൊരു താരമാണ്. അതെ, മലയാള സിനിമയിൽ പ്രേമം എന്ന സിനിമ എല്ലാവരും കണ്ടതായിരിക്കും. പ്രേമം എന്ന സിനിമ എല്ലാവർക്കും വളരെയധികം ഇഷ്ടമുള്ള സിനിമയാണ്. നിവിൻ പോളി ചേട്ടൻ ചെയ്ത കഥാപാത്രത്തെ പോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടമാണ് നമ്മളുടെ സ്വന്തം വിമൽ സാർ. അതെ, വിനയ് ഫോർട്ട് ചേട്ടൻ്റെ വോയിസ് നിങ്ങൾക്ക് വേണ്ടി ഇത് ചെയ്യാം. ജാവ വളരെ സിമ്പിളാണ്, പവർഫുൾ, ഭയങ്കര പവർഫുള്ളാണ്. സെയിം. ഞാൻ ഏത് വേദി ചെന്നാലും ഏത് മിമിക്രിക്കാരും എന്നെ അനുകരിക്കുന്ന എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡയലോഗാണ്. അത് കേൾക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ്. ജാവ വളരെ സിമ്പിളാണ്. താങ്ക് യു. അടുത്തയായി ചെയ്യാൻ പോകുന്നത് മലയാള സിനിമയ്ക്ക് ഒത്തിരിയേറെ ഹാസ്യ കഥാപാത്രങ്ങളെ സംഭാവന ചെയ്തിട്ടുള്ള ഫീൽഡാണ് മലയാള സിനിമ. അപ്പോൾ മലയാള സിനിമയിൽ നമ്മളിൽ നിന്ന് ഇപ്പോൾ വേർതിരിഞ്ഞു പോയ നമ്മളുടെ സ്വന്തം
മാളച്ചേട്ടൻ്റെ വോയിസാണ് ചെയ്യാൻ പോകുന്നത്. ഒത്തിരിയേറെ ഹാസ്യ കഥാപാത്രങ്ങൾ മാളച്ചേട്ടൻ നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ മാളച്ചേട്ടൻ്റെ വോയിസ് കൂടി നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാം. അയ്യോ എന്തോ മാതോ വെടിപൊട്ട സമയം കേട്ടെ എന്തോ ദൈവോഗ്രാം കേട്ടില്ലോ. ഹരഹരോ ഹരഹര. നമ്മള് അതോ നായകനാണോ? ചിലരൊക്കെ പറയുന്നത് കേട്ടു. അല്ലെങ്കിൽ കുമാരനല്ല, വേറെ ആരാ ഉള്ളത്? നമ്മെ കണ്ടിട്ട് മനസ്സിലായില്ലേ? ഞാൻ സ്വാമി വേലായുധ തിരുവടികൾ. ഹരഹരോ ഹരഹര. എൻ്റെ എളിയ മിമിക്രി ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. എനിക്ക് പറഞ്ഞിരിക്കുന്ന സമയം കൂടുതൽ അവസാനിച്ചു കഴിഞ്ഞു. അപ്പോൾ വളരെയധികം സന്തോഷം. ആനന്ദവാണി ടീമിലെ എല്ലാവർക്കും എൻ്റെ എല്ലാവിധമായ ആശംസകളും നേരുകയാണ്. അപ്പോൾ ലോക്ക്ഡൗൺ ആണ്, നമുക്ക് കൊറോണ എല്ലാം മാറിയിട്ട് നമ്മളുടെ എല്ലാവരുടെയും ജീവിതം പഴയതുപോലെയാകും. എല്ലാവരും സന്തോഷപൂർവ്വമാകും. ഉത്സവ പരിപാടികൾ വരും, പ്രോഗ്രാമുകൾ വരും. ഇപ്പോൾ സ്റ്റേജ് പ്രോഗ്രാമുകളൊക്കെ കുറേയധികം നിലച്ചിരിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും വീണ്ടും കാണാനും സന്തോഷിക്കാനും ഒക്കെ ഉള്ളൊരു നല്ലൊരു സമയം, നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഗവൺമെൻറ് പറയുന്ന എല്ലാ പ്രോട്ടോക്കോളും എല്ലാവരും കൃത്യമായി പാലിക്കുക. എല്ലാവരും മാസ്ക് ഉപയോഗിക്കുക, സാമൂഹിക അകലം പാലിക്കുക, സാനിറ്റൈസർ ഉപയോഗിച്ച് കൈ കഴുകുക. അപ്പോൾ എല്ലാവർക്കും നാളെ നല്ലൊരു ദിവസം നേരുകയാണ്. നല്ലൊരു ദിവസത്തിനായിട്ട് നമുക്ക് വീണ്ടും ഉണരാം. നമ്മളെല്ലാവരും ഒത്തൊരുമയോടെ നിന്ന് നമുക്ക് ഈ കൊറോണയൊക്കെ എടുത്ത് ദൂരേക്ക് കളഞ്ഞ് നല്ലൊരു ജീവിതത്തിലേക്ക് നമുക്ക് കടന്നു കയറാം. അപ്പോൾ ആനന്ദവാണി ടീമിലെ എല്ലാവർക്കും വീണ്ടും വീണ്ടും നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് എളിയ കലാകാരൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അതുപോലെ തന്നെ എല്ലാവരുടെയും നിറഞ്ഞ സപ്പോർട്ടും എന്നോടൊപ്പം ഉണ്ടാകണം. എല്ലാവരുടെയും പ്രാർത്ഥനയും, ഏറ്റവും കൂടുതൽ വേണ്ടത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയും സപ്പോർട്ടും സ്നേഹവും തുടർന്നും എന്നോടൊപ്പം ഉണ്ടാകണം എന്ന് അറിയിക്കുകയാണ്. വളരെയധികം സന്തോഷം. ഒരുപാട് താങ്ക് യു. താൻ എന്തായിരുന്നുവെന്ന് മറ്റുള്ളവരുടെ മുന്നിൽ സ്വയം വെളിപ്പെടുത്തി എന്നുള്ളതാണ് താങ്കളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. വരാനിരിക്കുന്ന ജീവിതം കൂടുതൽ നിറമുള്ളതാവട്ടെ എന്ന് ആശംസിക്കുന്നു. പുറത്തു വരാനിരിക്കുന്ന ചലച്ചിത്രങ്ങൾക്കും പരിപാടികൾക്കും ആനന്ദവാണിയുടെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഇത്രയും നേരം ഞങ്ങളോടൊപ്പം ആയിരുന്നതിന് ആനന്ദവാണിയുടെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഞങ്ങളെ ശ്രവിച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നമസ്കാരം, ഞാൻ ആതിര ജോസ്. ഇന്ന് നമ്മൾ രാഗപരിചയത്തിന്റെ 2ാം പതിപ്പിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ തവണ ഹിന്ദോള രാഗവും അതിൽ വരുന്ന ചില സിനിമാ ഗാനങ്ങളുടെയും വിശേഷങ്ങളാണല്ലേ നമ്മൾ പങ്കുവെച്ചത്. ഇന്ന് നമ്മൾ മോഹനരാഗവും അതിൽ വരുന്ന ചില പാട്ടുകളുടെ വിശേഷങ്ങളുമാണ് പങ്കുവെക്കുന്നത്. മോഹനരാഗം മേളകർത്ത പദ്ധതിയിലെ 28ാം മേളമായ ഹരികാംബോജിയുടെ ജന്യരാഗമാണ്. ഈ രാഗത്തിന്റെ ആരോഹണവും അവരോഹണവും വരുന്നത് സരിഗ പധ സാധ പഗരി സ. ഈ രാഗത്തിൽ വരുന്ന ഒരു ഗീതമാണ് വരവീണ മൃദുപാണി. വരവീണ മൃദുപാണി വനരുഹലോചനുറാണി സുരുചിരഭം ഭരവേണി സുരനുത കല്യാണി നിരുപമ ശുഭഗുണലോല നിരത ജയാ പ്രദശീല വരദാ പ്രിയ രംഗദായകി വാഞ്ചിത ഫലദായകി സരസീജാ സനജനനി ജയ 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 ജയവാണി. ഈ രാഗത്തിലെ കുറേ സിനിമാ പാട്ടുകൾ വന്നിട്ടുണ്ട്. അതിലെ കുറച്ച് പാട്ടുകൾ നമുക്കിന്ന് പരിചയപ്പെടാം. അതിൽ ആദ്യത്തേത് മലർമാതിൻ കാന്തൻ വസുദേവാത്മജൻ പുലർക്കാലേ പാടി കുഴലൂതേ ചിലുചേലേന്നു കെലുങ്ങും കാഞ്ചന ചിലമ്പിട്ടോടിവ കണി കാണും നേരം കമലനേത്രന്റെ നിറമേറും മഞ്ഞത്തുകിൽ ചാർത്തി കനകക്കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനേ.
ഈ പാട്ട് 1964 റിലീസ് ചെയ്തിട്ടുള്ള ഓമനക്കുട്ടൻ എന്നുള്ള ഫിലിമിലെ പാട്ടാണ്. അതുകൂടാതെ ഇതൊരു ഫേമസ് ആയിട്ടുള്ള ഒരു ഡിവോഷണൽ സോങ് ആണ്, ഒരു വിഷുപ്പാട്ട് എന്നൊക്കെ പറയാം. വിഷു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആദ്യം ഓർമ്മ വരിക ഈ ഒരു പാട്ടായിരിക്കും. ഈ പാട്ട് കഴിഞ്ഞിട്ട് മാത്രമാണ് നമുക്ക് വേറെ ഏത് പാട്ടും നമുക്ക് ഓർമ്മ വരിക. ഇതിന്റെ കുറെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേർഷൻസ് നമുക്ക് യൂട്യൂബിലൊക്കെ കാണാൻ വേണ്ടിട്ട് പറ്റും. ഈ പാട്ടിന്റെ ഒറിജിനൽ വേർഷൻ ഇത്ര സ്ലോ അല്ല. ഇതിന്റെ ഒറിജിനൽ വേർഷൻ പാടിയിരിക്കുന്നത് രേണുകാദേവി മാമും അതുപോലെ പി ലീല മാമുമാണ്. നമുക്ക് അടുത്ത പാട്ട് കേട്ടോ. ഉജ്ജയിനിയിലെ ഗായിക ഉർവശി എന്നൊരു മാളവിക, ശില്പികൾ തീർത്ത കാളിദാസന്റെ കൽപ്രതിമയിൽ മാലയിട്ടു. ഉജ്ജയിനിയിലെ ഗായിക ഉർവശി എന്നൊരു മാളവിക, ശില്പികൾ തീർത്ത കാളിദാസന്റെ കൽപ്രതിമയിൽ മാലയിട്ടു. ചില പാട്ടുകൾ നമുക്ക് എത്ര കേട്ടാലും മതി വരാറില്ല അല്ലെ? അങ്ങനെയുള്ള ഒരു പാട്ടാണ് ഉജ്ജയിനിയിലെ ഗായിക എന്ന ഈ പാട്ട്. ഈ പാട്ട് 1969 റിലീസ് ചെയ്തിട്ടുള്ള കടൽപ്പാലം എന്ന ഫിലിമിലെ പാട്ടാണ്. ഈ പാട്ട് പാടിയിരിക്കുന്നത് പി ലീല മാം ആണ്. നമുക്ക് അടുത്ത പാട്ട് കേട്ടു നോക്കാം. ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം, നിൻചിരിയിലലിയുന്നിൻ ജീവരാഗം. ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം, നിൻചിരിയിലലിയുന്നിൻ ജീവരാഗം. നീലവാനിലുയരുന്നു ദാഹമേഘം, നിൻമിഴിയിലലിയുന്നിൻ ജീവമേഘം. ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം, നിൻചിരിയിലലിയുന്നിൻ ജീവരാഗം. ഈ പാട്ട് ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് തരുന്ന ഒരു പാട്ടാണ്. ഇത് 1968 റിലീസ് ചെയ്തിട്ടുള്ള ഭാര്യമാർ സൂക്ഷിക്കുക എന്ന ഫിലിമിലെ പാട്ടാണ്. ഈ പാട്ട് പാടിയിരിക്കുന്നത് യേശുദാസ് സാറും അതുപോലെ പി ലീല മാമും ആണ്. നമുക്ക് അടുത്ത പാട്ട് പരിചയപ്പെടാം. വേലിക്ക് വെളുപ്പാങ്കാലം താലിക്ക് കുരുത്തോല, കോടിക്ക് കന്നിനിലാവ് സിന്ദൂരത്തിന് മൂവന്തി, കോലോത്തെ തമ്പ്രാട്ടിക്ക് മനം പോലെ മാംഗല്യം, മനം പോലെ മാംഗല്യം. വേലിക്ക് വെളുപ്പാങ്കാലം താലിക്ക് കുരുത്തോല, കോടിക്ക് കന്നിനിലാവ് സിന്ദൂരത്തിന് മൂവന്തി, കോലോത്തെ തമ്പ്രാട്ടിക്ക് മനം പോലെ മാംഗല്യം, മനം പോലെ മാംഗല്യം. ഈ പാട്ട് 1997 റിലീസ് ചെയ്തിട്ടുള്ള കളിയാട്ടം ഫിലിമിലെ പാട്ടാണ്. ഈ പാട്ട് പാടിയിരിക്കുന്നത് യേശുദാസ് സാറാണ്. ഇനി നമുക്ക് മോഹനരാഗത്തിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന അവസാനത്തെ പാട്ടിലേക്ക് കടക്കാം. മൗലിയിൽ മയിൽ പീലി ചാർത്തി, മഞ്ഞപ്പട്ടാമ്പരം ചാർത്തി, ഗുരുവായൂരമ്പലം ഗോകുലമാക്കുന്ന ഗോപകുമാരനെ കണി കാണണം, നെഞ്ചിൻ ഗോരോജനക്കുറി കണി കാണണം. നന്ദനന്ദനം ഭജേ നന്ദനന്ദനം, ഭജേ നന്ദനന്ദനം, ഭജേ നന്ദനന്ദനം. മൗലിയിൽ മയിൽ പീലി ചാർത്തി, മഞ്ഞപ്പട്ടാമ്പരം ചാർത്തി. ഈ പാട്ടിനെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല. എല്ലാവർക്കും അറിയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പാട്ടാണ്. നന്ദനം ഫിലിമിലെ ചിത്ര മാം പാടിയിട്ടുള്ള പാട്ടാണിത്. അപ്പോൾ ഇന്ന് നമ്മൾ മോഹനരാഗത്തിൽ വരുന്ന 5 പാട്ടുകളാണ് പരിചയപ്പെട്ടത്. ഈ പാട്ടുകൾ മാത്രമല്ല, വേറെയും കുറെ നല്ല നല്ല പാട്ടുകൾ മോഹനരാഗത്തിൽ വരുന്നുണ്ട്. സ്വർഗപുത്രി നവരാത്രി എന്നുള്ള പാട്ട്, നീലഗിരിയുടെ സഖികളെ, മാലിനി നദിയിൽ കണ്ണാടി നോക്കി, നീയൻ സർഗ സൗന്ദര്യമേ, മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി, ഇങ്ങനെ കുറെ നല്ല നല്ല പാട്ടുകൾ മോഹനരാഗത്തിൽ വരുന്നുണ്ട്. അപ്പോൾ അടുത്ത തവണ വേറൊരു രാഗത്തിന്റെ വിശേഷങ്ങളുമായി കണ്ടുമുട്ടാന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ നിർത്തുകയാണ്. നന്ദി. നമസ്കാരം. സാഹിതിയിലേക്ക് ഏവർക്കും സ്വാഗതം.
സാഹിതിയിൽ ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല പയ്യന്നൂരിലെ 1ാം വർഷ MA മലയാളം വിദ്യാർത്ഥി പ്രവീൺ MVയുടെ കവിതകൾ കേൾക്കാം. തിരയും തീരവും. തിര തീരത്തെ പ്രണയിക്കുകയായിരുന്നു. ഓരോ വട്ടം തീരത്തോടടുത്തപ്പോഴും തീരം തിരയെ പറഞ്ഞയച്ചു. ഒരിക്കലും ഒന്നിക്കില്ലെന്നറിഞ്ഞിട്ടും ഇപ്പോഴും തിര തീരത്തെ പുൽകിക്കൊണ്ടേയിരിക്കുന്നു. ഈ അവസാനമില്ലായ്മ തന്നെയാണല്ലോ പ്രണയത്തിൻ്റെ അനശ്വരതയും. കവിത ആദ്യ രാത്രി. ചടങ്ങുകളെല്ലാം സിനിമാ സ്റ്റൈൽ തന്നെയായിരുന്നു. മെല്ലെ മെല്ലെ സംസാരിച്ചു തുടങ്ങി. കീശ മെല്ലെ തടവിക്കൊണ്ട് അവളോട് ആ ചോദ്യം അങ്ങോട്ട് ചോദിച്ചു. എന്താണ് നിന്റെ ഏറ്റവും വലിയ ആഗ്രഹം? കുറച്ചു സമയം ഒന്നും മിണ്ടിയില്ല. എന്നെ ഞെട്ടിച്ചുകൊണ്ട് അവൾ ആ മറുപടി പറഞ്ഞു. എനിക്ക് രാത്രി കാണണം. അന്ന് ഞങ്ങൾ കുറേ നേരം ടെറസിന്റെ മുകളിൽ ചെലവഴിച്ചു. അന്ന് 2 പുതിയ അറിവുകൾ എനിക്കുണ്ടായി. ഒന്ന്, രാത്രികൾ ഇത്രമേൽ മനോഹരമായിരുന്നു എന്ന്. മറ്റൊന്ന്, രാത്രികൾ കാണാത്ത മനുഷ്യരുണ്ടായിരുന്നു. നന്ദി പ്രവീൺ. സാഹിതിയിൽ അടുത്തതായി അധ്യാപക വിദ്യാഭ്യാസ കേന്ദ്രം ചാലയിലെ 1ാം വർഷ ഇംഗ്ലീഷ് അധ്യാപക വിദ്യാർത്ഥി തുഷാര M കവിത അവതരിപ്പിക്കുന്നു. നമസ്കാരം. തലക്കെട്ടില്ലാത്ത ഒരു കവിത. നിതാന്തവും പ്രാചീനവുമായ ദുഃഖങ്ങളെ ഒന്നിലേക്കും പരിവർത്തനം ചെയ്യാത്ത മനുഷ്യർ ഏകാന്തതയെ അതിജീവിക്കുന്നത് എങ്ങനെയാണ്? ലോകം ഒരിക്കലും അറിഞ്ഞിട്ടില്ലാത്ത അവരുടെ പതിഞ്ഞ കാൽവെപ്പുകൾ, ഏതോ വിദൂര യുഗത്തെ ഓർമ്മപ്പെടുത്തുന്ന അവരുടെ പ്രണയകഥകൾ, നിർജീവവും മഞ്ഞയുമായ മുഖങ്ങൾ, ഇവയൊന്നും ആരുടെയും കാര്യമല്ല. ഏതെങ്കിലും ഒരു പകലിൽ, ഏതെങ്കിലും ഒരു വെയിലിൽ നാം അവരെ നേർക്കുനേർ കാണുന്നു. ജീവിതത്തിൻ്റെ ഏറ്റവും ആകർഷകമല്ലാത്ത ഒരു വക്കിൽ തൊടുമ്പോൾ മെഴുകുപോലെ അടരുന്ന അവരുടെ നിഴൽ മുഖത്ത് വീഴുകെ നാം എന്തു കഠിനം എന്നോർക്കുന്നു. വിടവാങ്ങുമ്പോൾ സ്ഥായിയായ ഉപയോഗത്താൽ വിരൂപവും അസഹ്യവുമായ തങ്ങളുടെ വേദനകളെപ്പറ്റി അവർ പറയാൻ ശ്രമിക്കുന്നു. നാം നടുങ്ങുന്നു. പിന്നെ എല്ലാ യാഥാർത്ഥ്യങ്ങളിൽ നിന്നും ഒരാളെ വേർപെടുത്തുന്ന ഒരു കാറ്റിനെ പോലെ അവർ മറ്റൊരു ജനപദം തേടിപ്പോകുന്നു. നന്ദി തുഷാര. ഇന്നത്തെ സാഹിതി അവസാനിച്ചിരിക്കുന്നു. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നന്ദി അറിയിക്കും. നമസ്കാരം. തലമുറകൾ വ്യത്യാസമില്ലാതെ എല്ലാ കാലത്തും ഏവരും ഇഷ്ടപ്പെടാറുള്ള ചില ഗാനങ്ങൾ ഉണ്ടാവാറുണ്ട്. അത്തരത്തിലൊരു ഗാനം നമുക്കിന്ന് കേട്ടാലോ? കൽപ്പറ്റ സ്വദേശിയും സംഗീത അധ്യാപികയുമായ പ്രിയ സുഹൃത്ത് സീനത്തിന് ആനന്ദവാണിയിലേക്ക് സ്വാഗതം. ഞാൻ സീനത്ത്, സ്വദേശം കൽപ്പറ്റ, കോഴിക്കോട് ജില്ലയിലെ കാലിക്കറ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഫോർ ദി ഹാൻഡിക്യാപ്ഡ് എന്ന സ്ഥാപനത്തിൽ സംഗീതാധ്യാപികയായി ജോലി ചെയ്യുകയാണ്. കണ്ണൂർ സർവകലാശാലയുടെ അധ്യാപക വിദ്യാഭ്യാസ കേന്ദ്രം മാനന്തവാടി മലയാള വിഭാഗത്തിൻ്റെ ആഭിമുഖ്യത്തിൽ വിജയകരമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ആനന്ദവാണി വാട്സപ്പ് റേഡിയോയ്ക്ക് എൻ്റെ എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ഇന്ന് ഞാനിവിടെ പാടാൻ പോകുന്നത് സാജൻ എന്ന ഹിന്ദി മൂവിയിലെ ബഹുത് പ്യാർ കർത്തേ ഹെ എന്ന ഗാനമാണ്. ഈ ഒരു ഗാനം ഇവിടെ അവതരിപ്പിക്കുന്നതിന് വേണ്ടി എന്നെ ഇങ്ങനെയൊരു ഓൺലൈൻ റേഡിയോയുമായി പരിചയപ്പെടുത്തിയത് എൻ്റെ പ്രിയ സുഹൃത്ത് സനോജ് സാറാണ്. അപ്പം അദ്ദേഹത്തിന് എൻ്റെ
മനോഹരമായ ഒരു ശ്രവ്യാനുഭവം നമുക്കായി നൽകിയ സീനത്ത് ടീച്ചർക്ക് ആനന്ദവാണിയുടെ നന്ദിയും നമസ്കാരം. നമസ്കാരം. ആനന്ദവാണി റേഡിയോയിലെ ഗുരു എന്ന പങ്ക്തിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി ചേരുന്നത് മുഖവുരയുടെ ആവശ്യം ഏതുമില്ലാത്തൊരു വ്യക്തിയാണ്. മലയാളത്തിലെ ഉത്തരാധുനിക ചെറുകഥാകൃത്തുക്കളിൽ പ്രസിദ്ധൻ, 2008 കേരള സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവ്, ശ്വാസം, ബിരിയാണി, കൊമാല, നരനായും പറവയായും, ഉഭയജീവിതം, പന്തിഭോജനം, ഇരയുടെ മണം തുടങ്ങിയ കൃതികളുടെ സൃഷ്ടാവ്, അന്നയും റസൂലും, എബി, നിദ്ര, ഇടുക്കി ഗോൾഡ്, ചന്ദ്രേട്ടനെവിടെയാ തുടങ്ങിയ ചലച്ചിത്രങ്ങളുടെ തിരക്കഥാകൃത്ത് തുടങ്ങി നിരവധി വിശേഷണങ്ങൾക്ക് അർഹനായ ശ്രീ സന്തോഷ് ഏച്ചിക്കാനമാണ് ഇന്നത്തെ ഗുരുവിലെ അതിഥി. നമസ്കാരം സർ. ആനന്ദവാണി റേഡിയോയുടെ ക്ഷണം സ്വീകരിച്ചതിലുള്ള സ്നേഹവും സന്തോഷവും ആദ്യം തന്നെ പങ്കുവയ്ക്കുന്നു. താങ്കളുടെ ബാല്യകാല അനുഭവങ്ങൾ എഴുത്ത് ജീവിതത്തിലേക്ക് കടക്കുന്നതിന് പ്രേരകമായിട്ടുണ്ടോ? കുട്ടിക്കാല ഓർമ്മകൾ ഞങ്ങളുടെ ശ്രോതാക്കളുമായി പങ്കുവയ്ക്കാമോ? ഒരാളുടെ എഴുത്തിനെ സ്വാധീനിക്കുന്നത് അയാളുടെ ദേശമാണ് എന്ന് സ്വാഭാവികമായിട്ടും പറയാറുണ്ട്. അപ്പോൾ ദേശം, പ്രത്യേകിച്ച് ബാല്യകാലത്ത് നമ്മൾ അനുഭവിച്ച ദേശം, ആ ദേശം തന്നെയാണ് ഒരു വ്യക്തിക്കുള്ളിലെ എഴുത്തുകാരനെ രൂപപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ കലാകാരനെ രൂപപ്പെടുത്തുന്നതെന്ന് പറയാം. എൻ്റെ ബാല്യകാലം എഴുത്തിനെ സഹായിച്ചിട്ടുണ്ടോ എന്നാണ് ചോദ്യം. ഞാൻ കാസർഗോഡ് ജില്ലയിലെ ബേഡുക്ക എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് എൻ്റെ കുട്ടിക്കാലം ചെലവഴിച്ചിരിക്കുന്നത്. പക്ഷേ അവിടെ അന്ന് ലൈബ്രറിയോ മറ്റ് അതുപോലുള്ള വായനക്ക് അല്ലെങ്കിൽ എഴുത്തിന് സഹായകരമായ സാഹചര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇതൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ കൂടിയും ആ നാട്ടിന്റെ ജീവിതം, അവിടുത്തെ കാലാവസ്ഥ, അവിടുത്തെ മനുഷ്യന്മാർ, അവരുടെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, കാസർഗോഡിനെ കുറിച്ച് പ്രത്യേകിച്ചറിയാം. കാസർഗോഡിന്റെ ഉൾഗ്രാമങ്ങളിൽ വിചിത്രമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതുപോലെ തന്നെ ജീവിത സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുന്ന സ്ഥലങ്ങളാണ്. അത്തരത്തിലുള്ള ഒരു സ്ഥലത്ത് ജീവിക്കാൻ വേണ്ടി പറ്റി എന്നുള്ളത് തന്നെ, ഒരു 10ാം ക്ലാസ് വരെ അത്തരത്തിലുള്ളൊരു സ്ഥലത്ത് ജീവിക്കാൻ വേണ്ടി പറ്റി എന്നുള്ളത് തന്നെ എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നാണ് പല കാര്യങ്ങളും പഠിച്ചിട്ടുള്ളത്. ആ നാട് തന്നെയാണ് എൻ്റെ പുസ്തകം എന്ന് വേണമെങ്കിൽ പറയാം. ആ നാട്ടിന്റെ ഓരോ അനുഭവങ്ങളും ഓരോ മനുഷ്യന്മാരും അവിടുത്തെ കാലാവസ്ഥയും ഒക്കെ തന്നെ ആ പുസ്തകത്തിന്റെ ഓരോ ഇതളുകളായിട്ട് കുട്ടിക്കാലത്ത് വായിച്ചെടുത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ അങ്ങനെ ആണ് ഞാൻ എൻ്റെ പിൽക്കാലത്തുള്ള എൻ്റെ എഴുത്തുകാരനെ രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ അവിടെ കൊയ്ത്ത് നടക്കും. കാർഷിക ജീവിതവുമായി ബന്ധപ്പെട്ട ഗ്രാമമാണ്. അപ്പോൾ കൊയ്ത്ത് നടക്കും. കൊയ്ത്ത് നടന്നിട്ട് കൊയ്ത്ത് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് നെൽക്കതിരുകൾ ഇങ്ങനെ വയലിൽ ഇങ്ങനെ വീണ് കിടക്കും. അപ്പൊ അത് ഞങ്ങൾ കുട്ടികൾ കൊണ്ടുപോയി അത് പെറുക്കിയെടുത്ത് അത് മെതിച്ച് അത് വലിയച്ഛനാണ് ഈ വയലിന്റെ ഉടമസ്ഥൻ. അപ്പോൾ വലിയച്ഛന് തന്നെ കൊണ്ടു കൊടുക്കും. അപ്പൊ അതൊരു 50 പൈസയോ 25 പൈസയൊക്കെ കിട്ടും. ഒരു അടങ്ങഴി നെല്ല് കൊടുത്തു കഴിഞ്ഞാൽ 50 പൈസ 25 പൈസയൊക്കെ തരും. അപ്പോ ഇത് കൊടുക്കുന്ന സമയത്ത് മുത്തച്ഛൻ പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ ഒരിക്കലും വയലുകളിൽ നിന്ന് എല്ലാ നെൽക്കതിരുകളും പറക്കിയെടുക്കരുത്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു എന്താണത് അങ്ങനെ പറയുന്നത്. അപ്പോഴാണ് വലിയച്ഛൻ പറഞ്ഞു തരുന്നത്, ഇതിലെ കുറെ നെൽക്കതിരുകൾ, കുറെ നെല്ല് നമ്മൾ കൊയ്തെടുത്തു കഴിഞ്ഞു, ബാക്കിയുള്ളത് നിങ്ങൾ പെറുക്കിക്കൊണ്ടുവന്നിരിക്കുകയാണ്. പക്ഷെ നിങ്ങളെല്ലാം പെറുക്കാൻ വേണ്ടി പറ്റില്ല. കാരണം അത് കുറെ നെൽക്കതിരുകൾ ആ വയലിൽ തന്നെ നിങ്ങൾ ഉപേക്ഷിക്കണം. അത് എടുക്കാൻ വേണ്ടി പാടില്ല. അത് നമുക്ക് അവകാശപ്പെട്ടതല്ല, അത് കിളികൾക്ക് അവകാശപ്പെട്ടതാണ്. അവിടെ വിശന്നു വരുന്ന കിളികൾക്ക് അവകാശപ്പെട്ടതാണ് ആ നെൽക്കതിരുകൾ എന്ന് എൻ്റെ മുത്തച്ഛൻ പണ്ടേ പറഞ്ഞു തരാറുണ്ട്. ഞങ്ങളോട് കുട്ടികളോട് പറഞ്ഞു തരാറുണ്ട്. ഇത് ഒരു വലിയൊരു പാഠമാണ്. ഇതൊരു വലിയ പുസ്തകം വായിക്കുമ്പോൾ കിട്ടുന്ന അനുഭവം തന്നെയാണ് ഇത്തരത്തിലുള്ള ആളുകളുടെ നിലപാടുകളിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അപ്പോ ഇതുകൊണ്ടാണ് പറയുന്നത്, ഇവിടുത്തെ ആളുകൾ തന്നെ, അവരുടെ വാക്കുകൾ തന്നെ ഒരു പുസ്തകത്തോളം പ്രധാനപ്പെട്ടതാണ് എന്ന് എനിക്ക് പറയേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് ദേശം എൻ്റെ പുസ്തകമായിട്ട് മാറുന്നത്. കേരളത്തിലെ പണമിടപാട് നടത്തുന്ന സ്വകാര്യ സ്ഥാപനങ്ങളെയും ടെലിവിഷൻ മാധ്യമങ്ങളെയും ഒന്നുപോലെ ആക്ഷേപിച്ച കഥയാണല്ലോ കൊമാല. ഈ കഥ ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടോ? കൊമാല വന്നപ്പോൾ കൊമാല ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട ഒരു കഥയാണ്. മാതൃഭൂമിയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് കവർ പേജിൽ വന്നൊരു കഥയാണ് കൊമാല. അതുകൊണ്ട് തന്നെയാണ് അത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത്. കാർഷിക കടവും അല്ലെങ്കിൽ കാർഷിക ആത്മഹത്യയുമാണ് അതിലെ പ്രശ്നങ്ങൾ. ആ സമയത്ത് കേരളത്തിൽ ഹിസ്റ്റീരിയ പോലെ ബാധിച്ചിരുന്ന ഒരു സാമൂഹിക ദുരന്തമാണ് യഥാർത്ഥത്തിൽ
കർഷക ആത്മഹത്യകൾ എന്ന് നമുക്ക് പറയാം. അപ്പൊ ഇതിന്റെ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട കഥയാണ്. ഇതിന്റെ പശ്ചാത്തലത്തിൽ എഴുതപ്പെടുമ്പോൾ തന്നെ ഇടപാട് നടത്തുന്ന ബാങ്ക് പോലുള്ള പ്രൈവറ്റ് ബാങ്ക് പോലുള്ള സ്ഥാപനങ്ങളെയും അതുപോലെ തന്നെ ഈ ഓരോ മനുഷ്യന്റെ മരണത്തെയും വെറും കേവലം വാർത്തകൾ മാത്രമായിട്ട് വളരെ നിസ്സംഗമായിട്ട് കണ്ടുപോകുന്ന ഈ മാധ്യമ സംസ്കാരത്തോടുള്ള പ്രതിഷേധങ്ങളും ഒക്കെ തന്നെ ഇതിനകത്ത് കയറി വന്നിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും ബിരിയാണി എഴുതിയപ്പോഴുണ്ടായ പോലുള്ള ഒരു വിമർശനങ്ങൾ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. കാരണം ഇതൊക്കെ മനുഷ്യൻ അനുഭവിച്ച യാഥാർത്ഥ്യങ്ങളാണ്. ഈ യാഥാർത്ഥ്യങ്ങൾ ആണ് കഥയിലൂടെ കയറി വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഈ കൊമാലിക്ക് എനിക്ക് യാതൊരു തരത്തിലുള്ള വിമർശനങ്ങളും നേരിടേണ്ടി വന്നിട്ടില്ല. താങ്കളുടെ മിക്ക കഥകളിലും മരണം പതിയിരിക്കുന്ന ഒരു ഭീതി അനുഭവപ്പെട്ടിട്ടുണ്ട്. മരണവും ജീവിതവും തമ്മിലുള്ള ഏറ്റുമുട്ടലുകളെ ഇത്രയേറെ പകർത്തി വെക്കാൻ എന്തെങ്കിലും പ്രത്യേക കാരണമുണ്ടോ? മരണം കൂടുതലായിട്ട് എൻ്റെ കഥകളിൽ കടന്നു വരുന്നതിനെ കുറിച്ച് പല ആളുകളും എൻ്റെ കഥകൾ വെച്ച് അഭിപ്രായങ്ങൾ പറയുകയും പഠനങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. കാരണം വേറൊന്നുമല്ല, അതെൻ്റെ ഒരു ഫിലോസഫിയാണ്. കാരണം നമ്മുടെ ജീവിതത്തിന്റെ കൂടെ തന്നെ മരണമുണ്ട് എന്ന് നാം തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ നല്ലൊരു മനുഷ്യനായിട്ട് മാറുന്നത്. നമ്മുടെ ഉള്ളിൽ തന്നെ എത്ര സുന്ദരനായ ഒരാളുടെ ഉള്ളിലും ഒരു അസ്ഥികൂടമുണ്ട് എന്ന് കാണുന്നത് പോലെയാണത്. അത് വലിയൊരു ഫിലോസഫിയാണ്. ഏറ്റവും വലിയ ബ്രാഡ് പിറ്റിനെ പോലെ, ഹോളിവുഡ് നടനായ ബ്രാഡ് പിറ്റിനെ പോലെ വളരെ സുന്ദരനായ ഒരു വ്യക്തിയുടെ ഉള്ളിലും ഒരു തീരെ ഭംഗിയില്ലാത്ത ഒരു അസ്ഥികൂടം കിടക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഓരോ ആളുടെ ആഘോഷങ്ങൾക്ക് പിറകിലും ഒരു ദുരന്തം ഒളിഞ്ഞു കിടപ്പുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഓരോ ജീവിതത്തിന് പിന്നിലും ഒരു മരണം കാത്തുകിടപ്പുണ്ട് എന്നുള്ള ഒരു ബോധം നമ്മൾക്കുണ്ടാവുമ്പോൾ മനുഷ്യൻ കൂടുതൽ അഹങ്കാരിയല്ലാതെ മാറുകയും ജീവിതത്തിന്റെ ആഴത്തിനെ കുറിച്ച് അവന് ആത്യന്തികമായ സത്യത്തെക്കുറിച്ചിട്ട് മനസ്സിലാക്കാനുള്ള ഒരു ബോധം അവനിൽ രൂപപ്പെടുകയും ചെയ്യും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളെ കുറിച്ചൊക്കെയാണ് ഞാൻ പലപ്പോഴും എൻ്റെ കഥയിലൂടെ, എൻ്റെ കഥാപാത്രങ്ങളിലൂടെ ഞാൻ സംസാരിച്ച് കൊണ്ടിരിക്കുന്നത്, അവരെ കൊണ്ട് സംസാരിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എൻ്റെ കഥയിൽ മരണത്തെക്കുറിച്ചുള്ള മരണത്തിന്റെ വളരെ തത്വചിന്താപരമായിട്ടുള്ള ഒരു മൗനം, ഒരു ഏകാന്തത ഒക്കെ തന്നെ എൻ്റെ കഥകളിൽ സാധാരണയായി കടന്നു വരാറുണ്ട്. ബിരിയാണി എന്ന കഥ വായിച്ചതിനു ശേഷം അല്പനേരത്തേക്ക് ശ്വാസം നിലച്ച അനുഭവമാണ് ഉണ്ടായത്. ലോകത്തിലെ ഏറ്റവും ചർച്ച ചെയ്യപ്പെടേണ്ടതും പരിഹരിക്കപ്പെടേണ്ടതുമായ പ്രശ്നം വിശപ്പാണെന്ന ബോധ്യം തന്ന കൃതിയാണത്. സമൃദ്ധിയിൽ മതിമറന്ന് നിൽക്കുന്ന ഒരു സമൂഹത്തിനു മുന്നിൽ വിശപ്പിന്റെ നിലവിളി എത്രത്തോളം ഭയാനകമാണെന്ന് തുറന്നു കാട്ടുകയല്ലേ ബിരിയാണിയിലൂടെ ചെയ്തത്? വിശപ്പിന്റെ പ്രശ്നം മാത്രമല്ല, ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരവും അത് ജീവിതത്തിലുണ്ടാക്കുന്ന വൈരുദ്ധ്യവും ഒക്കെ തന്നെയാണ് ബിരിയാണി എന്ന കഥയിലൂടെ ഞാൻ പറയാൻ വേണ്ടി ഉദ്ദേശിച്ചത്. വിശപ്പിന്റെ രാഷ്ട്രീയമാണ് ആ കഥ ചർച്ച ചെയ്തത്. ഇപ്പൊ നമ്മുടെ കേരളത്തിൽ പലപ്പോഴും വിശപ്പില്ല, പട്ടിണിയില്ല എന്നൊക്കെ പറയും. പക്ഷെ കേരളം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം കയറ്റി ഇറക്കുമതി ചെയ്യപ്പെടുന്ന പട്ടിണിയാണ്. കാരണം ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിൽ കൂടി നമ്മൾ യാത്ര ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, കേരളത്തിന്റെ ഒരു സാമൂഹിക അന്തരീക്ഷം പോലെയല്ല, ഒരു സാമ്പത്തികമായ അന്തരീക്ഷം പോലെയല്ല ഈ ഇതര സംസ്ഥാനങ്ങളിലെ അന്തരീക്ഷം. കേരളത്തിന്റെ ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിൽ നിന്നും മനുഷ്യ ജീവിതത്തിന്റെ ചുറ്റുപാടുകളിൽ നിന്നും ഏകദേശം ഒരു 10-30 കൊല്ലം പിറകിൽ കിടക്കുന്ന പുറകിൽ കിടക്കുന്ന ഒരു മനുഷ്യാനുഭവമായിട്ടാണ് പലപ്പോഴും ഈ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലെ ജീവിതം നേരിട്ട് കണ്ട ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് തോന്നുന്നത്. അപ്പോ ഇത്തരത്തിലുള്ള വിശപ്പുകൾ അവിടെ ബംഗാളിൽ നിന്നും ബീഹാറിൽ നിന്നും അതുപോലെ ഈ ഉത്തർപ്രദേശിൽ നിന്നും ഒക്കെ തന്നെ ആസാമിൽ നിന്നൊക്കെ ആളുകൾ ഇങ്ങോട്ട് വരുന്നത് അവർക്ക് വിശക്കുന്നത് കൊണ്ട് മാത്രമാണ്. വിശപ്പിനൊരു പരിഹാരം എന്നുള്ള രീതിയിലാണ് അവർ കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ കേരളം എന്ന് പറയുന്നത് ഒരു ഇന്ത്യയുടെ ഭാഗമായതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ വിശപ്പാണ് നമ്മൾ കേരളത്തില് അന്യദേശ തൊഴിലാളികളിലൂടെ നമ്മൾ തിരിച്ചറിയുന്നത്. ഇത്തരത്തിലുള്ള ഒരു അന്യദേശ തൊഴിലാളിയുടെ ജീവിതത്തിന്റെ കഥ പറയുന്ന ഒരു കൃതിയാണ് യഥാർത്ഥത്തിൽ ബിരിയാണി. അപ്പോ വിശപ്പിന്റെ വിളി തന്നെയാണ് ബിരിയാണി എന്ന് പറയുന്ന കഥ ചർച്ച ചെയ്യുന്നത്. ചലച്ചിത്ര രംഗത്ത് സിനിമ അഭിനേതാവിന്റെയും സംവിധായകന്റെയും കലയായി മാറി മാറി വരാറുണ്ട്. ഒരു തിരക്കഥാകൃത്തിന് ഇവിടെ വേണ്ടത്ര സ്വീകാര്യത ലഭിക്കുന്നുണ്ടോ? സിനിമ ഡയറക്ടറുടേതാണോ അഭിനേതാവിൻ്റെതാണോ അല്ല, അത്
ഈ പറയുന്ന തിരക്കഥാകൃത്തിൻ്റെതാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ കാലാകാലങ്ങളായിട്ട് നിലനിൽക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ സിനിമ ഒരു കളക്റ്റീവ് വർക്കാണ്. അത് സംവിധായകന്റെ കലയോ അത് തിരക്കഥാകൃത്തിന്റെ കലയോ അത് ഒരു നായകന്റെ കലയോ നായികയുടെ കലയോ ഒന്നും നമുക്ക് കൃത്യമായിട്ട് പറയാൻ വേണ്ടി പറ്റുകയില്ല. അതൊരു കളക്റ്റീവ് വർക്കാണ്. ഇപ്പോൾ ഈ സിനിമയിൽ ഇപ്പോൾ തിരക്കഥാകൃത്തുകൾ പറയാണ്ട് തിരക്കഥാ ശൂന്യതയിൽ നിന്നുണ്ടാക്കുന്നതാണ്, അതുകൊണ്ട് അതിന് വളരെയധികം പ്രാധാന്യമുണ്ട് എന്നുള്ള കാര്യം. പക്ഷേ യഥാർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ സിനിമ ഇതിൽ തിരക്കഥ എന്ന് പറയുന്നത് ഒരു ബ്ലൂ പ്രിന്റ് മാത്രമേ ആവുന്നുള്ളൂ, അതിനപ്പുറത്തൊന്നും ആവുന്നില്ല. പക്ഷെ ഈ ബ്ലൂ പ്രിന്റ് ഇല്ലെങ്കിൽ എത്ര വലിയ സംവിധായകനായാലും തന്നെ ഒരു സിനിമ ഉണ്ടാക്കിയെടുക്കുക പ്രയാസമായിരിക്കും. അപ്പൊ അതിന് കൃത്യമായിട്ടുള്ള ആ കഥാപാത്രത്തെ ഉൾക്കൊള്ളുന്ന ഒരു നായകനെയോ നായികയോ കിട്ടിയില്ലെങ്കിലും സിനിമ ആത്യന്തികമായിട്ട് പാളിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് സിനിമയിലെ ഏത് മേഖലകൾ നോക്കിക്കഴിഞ്ഞാൽ ഈവൻ ഒരു മേക്കപ്പ് മാന്റെ സാന്നിധ്യം പോലും അല്ലെങ്കിൽ ഒരു കോസ്റ്റ്യൂമറുടെ സാന്നിധ്യം പോലും ഒരു സൗണ്ട് എഞ്ചിനീയറുടെ സാന്നിധ്യം പോലും ഒരു സിനിമയെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഏത് മേഖലകൾ എടുത്തു കഴിഞ്ഞാലും എല്ലാ മേഖലകളിലെയും ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് യഥാർത്ഥത്തിൽ ഒരു സിനിമ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തിരക്കഥാകൃത്തിന് വേണ്ടത്ര പ്രാധാന്യം സിനിമയിൽ കിട്ടുന്നില്ല എന്ന് നമുക്ക് പ്രത്യേകിച്ച് പറയാൻ വേണ്ടി പറ്റില്ല. എല്ലാവർക്കും ഉള്ള പ്രാധാന്യം തന്നെയാണ് ഒരു സിനിമയിൽ തിരക്കഥാകൃത്തിനുമുള്ളത്. COVID-19 ലോകത്തെയാകെ വിറപ്പിച്ചിരിക്കുന്ന സമകാലിക സാഹചര്യത്തിൽ പല മേഖലകളും നിശ്ചലമായി പോകുന്നുണ്ട്. എഴുത്തിനെയും എഴുത്തുകാരെയും എങ്ങനെയൊക്കെയാണ് ഇത് ബാധിക്കുന്നത്? വ്യക്തി അനുഭവം പങ്കുവയ്ക്കാമോ? എനിക്ക് തോന്നുന്നത് കോവിഡ് വലിയ തോതിൽ എഴുത്തുകാരെ ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. സിനിമാ വ്യവസായത്തെയും അതുപോലെ തന്നെ പുസ്തക വിൽപ്പനയും ഒക്കെ കോവിഡ് ബാധിച്ചിട്ടുണ്ടാവും. പക്ഷേ കോവിഡ് സമൂഹത്തിന് നൽകിയ സുദീർഘമായ അവധിയും ഏകാന്തതയും ഗാർഹികമായ തടവുമൊക്കെ സർഗാത്മക പ്രവർത്തനങ്ങളിലേക്ക് കലാകാരന്മാരെ കൂടുതൽ അടുപ്പിക്കുകയാണ് ചെയ്തത്. എന്നെ സംബന്ധിച്ചിടത്തോളം എഴുതാനും വായിക്കാനും ആലോചിക്കാനും അതുപോലെ തന്നെ അതിന് ഒക്കെയുള്ള കൂടുതൽ സമയങ്ങൾ നൽകിയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോവിഡ് കാലമാണ് എന്ന് വേണമെങ്കിൽ പറയാം. സമയത്തിന്റെ വിശാലമായ ആകാശം നമ്മുടെ മുമ്പിൽ തുറന്നിടുകയാണ് യഥാർത്ഥത്തിൽ കോവിഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് എഴുത്തുകാർക്ക് കോവിഡിനോട് നന്ദി പറയാം. ഇത്രയും നേരം ആനന്ദവാണിയോടൊപ്പം താങ്കളുടെ വിലയേറിയ സമയം പങ്കുവച്ചതിലുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ചലച്ചിത്ര രംഗത്തും എഴുത്ത് ജീവിതത്തിലും ഇനിയും ശോഭിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത്രയും നേരം ഞങ്ങളെ ശ്രവിച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി. റേഡിയോ ആനന്ദവാണിയുടെ അണിയറയിൽ പ്രവർത്തിച്ചവർ: നിർവഹണം ക്യൂടെക് മാനന്തവാടി, ആശയം ആവിഷ്കരണം അൽഫോൺസ സുരേഷ്, അഷിത, പ്രജീഷ, സ്വാതി, കാവ്യ മോഹനൻ, ആതിര ജോസ്, നീതു വി കെ. സാങ്കേതിക സഹായം സനോജ് കെ, അസിസ്റ്റന്റ് പ്രൊഫസർ മലയാള വിഭാഗം ക്യൂടെക് മാനന്തവാടി. അമൽജിത്ത്, നിർമ്മൽ സി, 1ാം വർഷ അധ്യാപക വിദ്യാർത്ഥികൾ. റേഡിയോ ആനന്ദവാണിയുടെ ഇന്നത്തെ പരിപാടികൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത പ്രക്ഷേപണം മെയ് 23 ഞായറാഴ്ച ഉണ്ടായിരിക്കുന്നതാണ്. കേൾക്കണേ, കൂട്ടുകൂടണേ.